വിസ്മയ, ഉത്തര, തുഷാര, മോഫിയ, വിഭജിക. കല്യാണം കഴിഞ്ഞ് നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് പൂക്കൾ ഒട്ടിച്ച കാറിൽ പോയ ഇവരിൽ പലരും പക്ഷെ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് ജീവനറ്റ ആംബുലൻസിലായിരുന്നു. ഒരാളെ ഭർത്താവും വീട്ടുകാരും പട്ടിണിക്കിട്ട് കൊന്നു, മറ്റൊരാളെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചു കൊന്നു, ബാക്കിയുള്ളവർ സ്വയം ആത്മഹത്യ ചെയ്തു. ഇതിൻ്റെ എല്ലാം കാരണവും ഡൗറി. ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം ഇന്ന് പല പെൺകുട്ടികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രാജഡി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആവറേജ് ഡൗറി കൊടുക്കുന്നതും ഓരോ വർഷവും ഡൗറിയുടെ എമൗണ്ട് ഏറ്റവും കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുന്നതും കേരളത്തിലാണ്. വേൾഡ് ബാങ്കിൻ്റെ സ്റ്റഡി പ്രകാരം കേരളത്തിൽ ഇന്ന് നടക്കുന്ന 95% കല്യാണങ്ങളിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഡൗറി ഉണ്ട്. കേരള പോലീസിൻ്റെ റിപ്പോർട്ട്സ് പ്രകാരം 2016 തൊട്ട് സ്ത്രീധനം റിലേറ്റഡ് കേസസിലും മരിച്ചത് 100ഓളം പെൺകുട്ടികളാണ്. 4500-നും 5000-നും ഇടയിൽ ഡൊമസ്റ്റിക് വയലൻസ് കേസുകൾ ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഓരോ വർഷവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5-6 വർഷം മുമ്പത്തെ ഡാറ്റ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കേസസിൻ്റെ നമ്പർ ഡബിളായി. സ്ത്രീധനത്തിൻ്റെ പേരിൽ പല പെൺകുട്ടികളും ഫേസ് ചെയ്യേണ്ടി വരുന്ന ക്രൂരതകൾ കേട്ടാൽ ഒരുപക്ഷെ വിശ്വസിക്കാൻ പറ്റില്ല. കേബിൾ വെച്ചിട്ട് എന്റെ കഴുത്തിൽ മുറുക്കി എന്നെ കൊല്ലാൻ നോക്കി. ചവിട്ടി കൂട്ടി എന്നെ ബ്രൈഫാൻ കൊണ്ട് തലക്കടിക്കുമേ കൈ കൊണ്ട് തെടുത്തു. ഇത്രയും എഡ്യൂക്കേഷനും എക്സ്പോഷറൊക്കെ കിട്ടിയ നമ്മുടെ സൊസൈറ്റിയിലും എന്തുകൊണ്ടാണ് ഈ സ്ത്രീധന സിസ്റ്റമൊക്കെ ഇന്നും എക്സിസ്റ്റ് ചെയ്യുന്നത്? ഒരു മിഡിൽ ഏജ് ഗ്രൂപ്പിൽ പെട്ട ആവറേജ് മലയാളി സംബന്ധിച്ച് അയാളുടെ ജീവിതത്തിന് 2 ലക്ഷ്യങ്ങളാണുള്ളത്. 1, ഒരു നല്ല വീട് പണിയുക. 2, പെൺമക്കളുടെ വിവാഹം നടത്തുക. ഈ 2 കാര്യങ്ങളും അയാളെ സംബന്ധിച്ച് പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അയാൾ ജീവിക്കുന്നത് തന്നെ ഇതിന് വേണ്ടിയിട്ടാണ്. അഭിമാനത്തിൻ്റെ പ്രശ്നം ആയതുകൊണ്ട് തന്നെ ലോൺ എടുത്തിട്ടായാലും കടം മേടിച്ചിട്ടായാലും വലിയ വീട് പണിയും. ഇനി കല്യാണത്തിൻ്റെ കേസ് നോക്കിയാലോ, പെൺകുട്ടികളെ നല്ലൊരു വീട്ടിലേക്ക് കെട്ടിച്ചേക്കാം. എന്താ ഈ നല്ലൊരു വീട്? സെയിം ജാതിയിലും മതത്തിലും പെട്ട നല്ല ജോലിയുള്ളൊരു പയ്യനും ഫൈനാൻഷ്യലി സെറ്റ് ആയിട്ടുള്ളൊരു വീടും. ഇതാണ് നല്ല വീട്. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ചെക്കൻ്റെ സ്വഭാവവും വീട്ടുകാരുടെ സ്വഭാവമൊക്കെ ചെക്ക് പോലും ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ആ പ്രൊപ്പോസലൊക്കെ ഡയറക്റ്റ് റിജക്ഷനാണ്. ഈ മാട്രിമോണി സൈറ്റ്സിലൊക്കെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ലോവർ മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ്, ഇലൈറ്റ് എന്നൊക്കെ. ഇതിൽ സ്വന്തം ലെവലിനേക്കാളും താഴെ നിൽക്കുന്ന ഫാമിലിയിൽ നിന്ന് അതിപ്പോൾ എത്ര നല്ല പയ്യനായാലും ഒരു പ്രൊപ്പോസൽ വന്നാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ മിക്ക പെൺകുട്ടികളുടെ പാരൻസിനും മടിയാണ്. കാരണം എന്താ? സൊസൈറ്റിയിലെ സ്റ്റാറ്റസ്. അവസാനം നല്ല കുടുംബത്തിൽ നിന്ന് സൊസൈറ്റിയിലെ സ്റ്റാറ്റസിന് പറ്റിയൊരു പയ്യനെ കണ്ടെത്തി കഴിയുമ്പോൾ കല്യാണം നടക്കാൻ വേണ്ടി അവൻ ചോദിക്കുന്നത് എന്തും, കാറാണെങ്കിൽ അങ്ങനെ, ക്യാഷ് ആണെങ്കിൽ അങ്ങനെ, ഗോൾഡ് ആണെങ്കിൽ അങ്ങനെ, ലാൻഡ് ആണെങ്കിൽ അങ്ങനെ, ഇതൊക്കെ കൊടുക്കാൻ പാരൻസ് റെഡിയാണ്. ഇത് കൊടുക്കാൻ ആളുള്ളതുകൊണ്ട് മേടിക്കാൻ ആളുണ്ട്. ഡൗറി ചോദിക്കുന്നത് തെറ്റാണെന്നും നാണക്കേടാണെന്നൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ ആളുകൾ അത് നിർത്തുന്നതിന് പകരം അത് ചോദിക്കുന്ന രീതി മാറ്റി. പണ്ടൊക്കെ പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു അമ്മാവൻ നിങ്ങൾ പെൺകുട്ടിക്ക് എന്ത് കൊടുക്കുമെന്ന് ഡയറക്റ്റായിട്ട് ചോദിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ രീതി മാറി ഇൻഡയറക്റ്റായി. നിങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്താൽ മതി. ഇവൻ്റെ പെങ്ങളെ കെട്ടിച്ചത് 50 പവൻ കൊടുത്ത് പാലക്കാട്ടേക്കാണ് എന്തൊക്കെ പറയും. അതായത് അതേ 50 പവൻ തന്നെ ഞങ്ങൾ തിരിച്ചും എക്സ്പെക്ട് ചെയ്യുന്നു എന്നൊരു ധ്വനി. ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ സ്ത്രീധനം ആവശ്യപ്പെടാത്തവരുണ്ട്. അങ്ങനെയുള്ളവർ പറയും ഞങ്ങൾ തറവാടികളാണ്, ഞങ്ങൾ സ്ത്രീധനമൊന്നും ആവശ്യപ്പെട്ടില്ല. സ്ത്രീധനം ആവശ്യപ്പെട്ടാൽ നിങ്ങൾ ജയിലിൽ പോകും, അത് വേറെ കാര്യം. ഇങ്ങനെ സ്ത്രീധനം ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും പെണ്ണിൻ്റെ വീട്ടിൽ കൺഫ്യൂഷനാണ്. കാരണം ചെക്കൻ്റെ വീട്ടുകാർ എന്തായിരിക്കും പ്രതീക്ഷിക്കുന്നത്? ഒന്നും കൊടുക്കാതെ ഞങ്ങളുടെ കൊച്ചിനെ ആ വീട്ടിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അവളെ അവർ അക്സെപ്റ്റ് ചെയ്യുമോ, അവളെ വില കുറച്ച് കാണുമോ എന്നുള്ള കൺഫ്യൂഷൻ. അതുകൊണ്ട് തന്നെ ക്യാഷായിട്ട് ഡൗറി കൊടുക്കുന്നതിന് പകരം അതൊക്കെ സ്വർണ്ണാഭരണമായിട്ട് കൊടുക്കും. ഗോൾഡ് ജ്വല്ലറി അല്ലേ, അതൊന്നും ഡൗറി അല്ല, അതൊക്കെ ഗിഫ്റ്റാണ്. ഇങ്ങനെ ഡൗറിയുടെ രൂപം ഗോൾഡ് ഓർണമെൻറ്റ്സ് ആയിട്ട് മാറിയതുകൊണ്ട് തന്നെ ലോകത്തിൽ വിൽക്കുന്ന ടോട്ടൽ ഗോൾഡ് ജ്വല്ലറിയുടെ 10% മേടിക്കുന്ന മലയാളികളാണ്. കേരളത്തിലെ ഏത് ജ്വല്ലറി കമ്പനിയുടെ പരസ്യം എടുത്താലും ടാർഗറ്റ് കല്യാണം. എല്ലാത്തിലും മോഡൽസ് കല്യാണ പെണ്ണിൻ്റെ വേഷത്തിലും. ഇതിൽ ടാഗ് ലൈൻസ് നോക്കിയാലോ, പെണ്ണായാൽ പൊന്നു വേണം. പെണ്ണിന് എന്തിനാണ് പൊന്നെന്ന് ആരും ചോദിക്കില്ല. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ എംബഡഡ് ആണ് കേരളത്തിൽ ഒരു പെണ്ണായാൽ പൊന്നു വേണം. കേരളത്തിലെ ആളുകൾക്ക് എഡ്യൂക്കേഷൻ കിട്ടിയെങ്കിലും നമ്മുടെ വാല്യൂ സിസ്റ്റം ഇപ്പോഴും ട്രഡീഷണലാണ്. ന്യൂ ജനറേഷൻ്റെ ഇടയിൽ പോലും ആ വാല്യൂ സിസ്റ്റം ചേഞ്ച് ആയിട്ടില്ല. ഡൗറി തെറ്റാണെന്ന് വാദിക്കുന്ന ആൺകുട്ടികൾ പക്ഷേ സ്വന്തം കല്യാണം വരുമ്പോൾ ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കില്ല. ഇനി പെൺകുട്ടികളുടെ കേസോ, ഡൗറി എന്ന് കേട്ടാൽ അപ്പോൾ അവർക്ക് ഫെമിനിസം ഉണരും. ഇത് പെൺകുട്ടികളെ വിൽപ്പന ചരക്കാക്കുന്ന സിസ്റ്റമാണ്, ഇതൊക്കെ നിരോധിക്കണം എന്നൊക്കെ വാദിക്കും. പക്ഷെ സ്വന്തം കല്യാണം വരുമ്പോൾ പാലക്കാമാല, നാഗവടം മാല, കാശുമാല ഒക്കെ ഇട്ട് സ്വന്തം ബോഡി വെയ്റ്റിനേക്കാളും കൂടുതൽ പവൻ സ്വർണം ധരിച്ച് നിൽക്കാൻ അവർക്കൊരു മടിയില്ല. ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഒരു ഫോം ഓഫ് ഡൗറി ആണെന്ന സത്യം സ്വന്തം കല്യാണം വരുമ്പോൾ അവർ മറക്കും. അതായത് വാദിക്കുമെങ്കിലും സ്വന്തം കല്യാണം വരുമ്പോൾ എല്ലാവർക്കും ഇതൊക്കെ നാട്ടു നടപ്പാവും. ചോദിക്കുന്ന സ്ത്രീധനോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന സ്ത്രീധനോ കിട്ടിയില്ലെങ്കിൽ സ്റ്റാറ്റസിനനുസരിച്ച് കണ്ടെത്തിയ പെർഫെക്റ്റ് മരുമകൻ്റെയും വീട്ടുകാരുടെ സ്വഭാവം മാറും. ആദ്യം കളിയാക്കലും കുറ്റപ്പെടുത്തലും, പിന്നെ മെൻ്റൽ സ്ട്രെസ്സ്, ഇത് കൂടി ഫിസിക്കൽ അബ്യൂസും കൊലപാതകത്തിലും വരെ എത്തുന്നു. ഇന്ന് കേരളത്തിൽ ഓരോ വർഷം 5000-ഓളം ഡൊമസ്റ്റിക് വയലൻസ് കേസസ് ആണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സാധാരണ വീടുകളിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ മിക്കപ്പോഴും അത് വീട്ടുകാർ തന്നെ ഇടപെട്ട് കോംപ്രമൈസ് ചെയ്യലാണ് പതിവ്. ഇത് പോലീസ് സ്റ്റേഷനിലൊക്കെ എത്തുന്ന എക്സ്ട്രീംലി റെയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ 90% ഡൊമസ്റ്റിക് വയലൻസ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. എന്നിട്ടും ഇത്രയധികം കേസസ് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇൻ റിയാലിറ്റി ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്ന കുട്ടികളുടെ നമ്പർ എത്ര കൂടുതലായിരിക്കും?
ഈ വീഡിയോയ്ക്ക് വേണ്ടി റിസർച്ച് ചെയ്തപ്പോൾ കണ്ട സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യം, മിക്ക കേസുകളും ഭർത്താവിനൊപ്പമോ ഭർത്താവിനേക്കാൾ കൂടുതലോ ഈ പെൺകുട്ടികളെയൊക്കെ ഉപദ്രവിച്ചത് അമ്മായിമ്മമാരോ നാത്തൂമാരോ ആണ്. ഈ റീസെൻ്റ്ലി ഷാർജയിൽ വെച്ച് മരിച്ച വിഭഞ്ചികയുടെ കേസിൽ പോലും ഭർത്താവിൻ്റെ അനിയത്തിയുടെ ഉപദ്രവമായിരുന്നു ഒരു പ്രധാന കാരണമെന്നാണ് വിഭഞ്ചികയുടെ പാരൻസ് ആരോപിക്കുന്നത്. അവന്റെ പെങ്ങൾക്ക് കണ്ടൂടെ, അവന്റെ പെങ്ങൾക്ക് വേണ്ടിയാ സാറ് ചെയ്താൽ അവന് വേണ്ടി അല്ല ചെയ്ത്, എനിക്ക് നല്ല പോലെ അറിയാം. പൊതുവെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ച് രക്ഷപ്പെട്ട ഒരാൾ വേറൊരാൾ കഷ്ടതകൾ അനുഭവിക്കുന്നത് കാണുമ്പോൾ അയാളോട് ഒരു എമ്പതിയും സഹായിക്കാനുള്ള മെൻറ്റാലിറ്റിയൊക്കെയാണ് ഉണ്ടാവാറ്. പക്ഷേ ഇവിടെ ഡൗറിയുടെ റോങ് സൈഡ് കണ്ട പുതിയൊരു വീട്ടിലേക്ക് ജീവിതം മാറുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയ അമ്മായിമ്മയും നാത്തൂനും ഒക്കെ പുതിയതായിട്ട് കല്യാണം കഴിച്ചു വരുന്ന പെൺകുട്ടിയോട് എമ്പതി കാണിക്കുന്നതിന് പകരം ഉപദ്രവിക്കുകയാണ്. എങ്ങനെയാണ് ആളുകൾക്കൊക്കെ ഇത്ര സാഡിസ്റ്റിക് ആവാൻ പറ്റുന്നത്? കേരളത്തിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ടോട്ടൽ ഡൊമസ്റ്റിക് വയലൻസ് കേസസിൻ്റെയും സ്ത്രീധന മരണങ്ങളുടെയും 80% റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട പോലത്തെ സദേൺ ജില്ലകളിൽ നിന്നാണ്. അവിടെയൊക്കെ പല സ്ഥലങ്ങളിൽ ഇന്നും ആളുകൾ ഡയറക്റ്റായിട്ട് സ്ത്രീധനം ചോദിക്കും. നിർഭാഗ്യവശാൽ അതൊക്കെ ആ സൊസൈറ്റിയിൽ നോർമലൈസ്ഡും ആണ്. കമ്മ്യൂണിസത്തിൻ്റെ ഇൻഫ്ലുവൻസും ലിബറൽ ചിന്താഗതിയൊക്കെ കാരണം ഈ ഡൗറി സിസ്റ്റം പൊതുവെ കുറവായിരുന്ന നോർത്തേൺ ജില്ലകളിലും ഡൗറി ട്രഡീഷൻ ഫോളോ ചെയ്തിരുന്ന മലബാറിലെ മുസ്ലിംസിൻ്റെ ഇടയിലൊക്കെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഡൗറി റിലേറ്റഡ് കേസുകളും ഡൊമസ്റ്റിക് വയലൻസിൻ്റെ കേസുകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ചില സ്ഥലങ്ങളിൽ കുറവും ചില സ്ഥലങ്ങളിൽ കൂടുതലാണെന്നുള്ളത് മാറ്റി നിർത്തിയാൽ കേരളത്തിനെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന ഒരു സോഷ്യൽ ഈവിലാണ് ഇന്ന് ഡൗറി. ഒരു പെൺകുട്ടിക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഡൗറി റിലേറ്റഡ് ഹറാസ്മെൻറ്റ്സ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നാൽ ആദ്യം പാരൻസിനെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ച് ഇതൊന്നും പുറത്തു പറയില്ല. ഒരു പരിധി വിട്ട് സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ മാത്രമാണ് പാരൻസിനോട് പറയുകയോ വീട്ടിലേക്ക് തിരിച്ചു വരികയൊക്കെ ചെയ്യുന്നത്. ഈ അടുത്തിടയ്ക്ക് മരിച്ച പല കേസുകളിലും പെൺകുട്ടികൾ ഇങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നതായിരുന്നു. പക്ഷെ അവരോട് പാരൻസും ബന്ധുക്കളൊക്കെ ഇടപെട്ട് മോളെ ജീവിതമല്ലേ, അഡ്ജസ്റ്റ് ചെയ്യണം, എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അയച്ചു. പക്ഷെ ഒന്നും ശരിയായില്ല, അവരൊക്കെ മരിച്ചു. മക്കളെ തല്ലിച്ചതച്ചിട്ടും ഇതൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ ചില പാരൻസ് റെഡി ആവുന്നത് എന്തുകൊണ്ടാണ്? സോഷ്യൽ സ്റ്റാറ്റസ്, ഡിഗ്നിറ്റി. മോള് ഡിവോഴ്സായി എന്ന് പറയുന്നതെല്ലാം നാണക്കേട്. അതായത് സ്വന്തം മകളുടെ ജീവനേക്കാളും വലുതാണ് ചില പാരൻസിന് അവരുടെ ഡിഗ്നിറ്റി. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയിൽ ഭർത്താവ് ഭാര്യേനെ തല്ലുന്നത് ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ കേരളത്തിലെ 52% സ്ത്രീകൾ പറഞ്ഞത് അത് ഓക്കെ ആണെന്നാണ്. ഈ മൈൻഡ് സെറ്റിൻ്റെ ഡയറക്റ്റ് റിഫ്ലക്ഷനാണ് നമ്മുടെ സീരിയൽസ്, സിനിമയൊക്കെ. മിക്ക സീരിയലിൻ്റെ തീം ഡൗറി പ്രോബ്ലമോ ഡൊമസ്റ്റിക് വയലൻസോ ഫേസ് ചെയ്യുന്ന ഒരു നായിക എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഒന്ന് പ്രതികരിക്കാതെ ഒരു അക്ഷരം പോലും മിണ്ടാതെ എല്ലാം സഹിച്ച് അത് ഫേസ് ചെയ്യുന്നു. ഉത്തമയായിട്ടുള്ള മരുമകളാവുന്നു. അവസാനം നായികനെ എല്ലാവരും സ്നേഹിക്കുന്നു. ശുഭം. ജയറാമിൻ്റെ ഹിറ്റ് സിനിമ ഭാഗ്യദേവതയുടെ ക്ലൈമാക്സിൽ ഡൗറിയുടെ പേരിൽ തന്നെ അത്രയും നാൾ ടോർച്ചർ ചെയ്ത ഭർത്താവിന് ഒരു പ്രശ്നം വരുമ്പോൾ ഭാര്യ ഇതെല്ലാം മറന്ന് അയാളുടെ സഹായത്തിനായിട്ട് എത്തുന്നു. എന്ത് ടൈപ്പ് ടോർച്ചർ ഉണ്ടായാലും അതെല്ലാം സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഒരു നല്ല ഭാര്യ എന്ന നറേറ്റീവിൽ വിശ്വസിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇന്ന് കേരളത്തിലുണ്ട്. അതുകൊണ്ടാണ് പല ഡൊമസ്റ്റിക് വയലൻസ് കേസുകളും ഡൗറി റിലേറ്റഡ് ഇഷ്യൂസും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നത്. ഡൗറി പ്രൊഹിബിഷൻ ആക്ടിൽ ഡൗറി ചോദിക്കുന്നത് 2 വർഷവും ഡൗറി കൊടുക്കുന്നതും വാങ്ങുന്നതും 5 വർഷവും ഡൗറി റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിക്കലോ മെൻ്റലോ ഹറാസ്മെൻറ്റ് ചെയ്യുന്നതിന് 3 വർഷവും ഡൗറി റിലേറ്റഡ് ആയിട്ടുള്ള മരണം സംഭവിച്ചാൽ 7 വർഷവും ജയിൽ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. പക്ഷേ ഇതേ ആക്ടിൽ ഡൗറി എന്താണ്, ഗിഫ്റ്റ് എന്താണെന്ന് പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളിൽ ഒരാൾക്ക് ശിക്ഷ ലഭിക്കുന്നത് വളരെ റെയർ ആയിട്ടാണ്. കൺവിക്ഷൻ റേറ്റ് ഓൾമോസ്റ്റ് 4%. അതായത് 100 കേസുകൾ ഫയൽ ചെയ്താൽ അതിൽ വെറും 4 കേസസിൽ മാത്രം എന്തെങ്കിലും ടൈപ്പ് പണിഷ്മെൻറ്റ് കിട്ടുന്നുള്ളൂ. ഇത്രയും നാൾ വേറൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. ഡൗറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പോയാൽ ആ ഡൗറി കൊടുത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അഗെയിൻസ്റ്റും കേസ് വരും. ഈ പ്രശ്നം പക്ഷേ ഒരു റീസെൻ്റ് അമെൻമെൻറ്റ് വഴി മാറ്റാൻ സർക്കാർ പ്ലാൻ ചെയ്യാണ്. ഇനി മുതൽ സ്ത്രീധനം മേടിക്കുന്നത് മാത്രമായിരിക്കും കുറ്റം. വേറൊരു കാര്യം, ഭർത്താവിനോടും അയാളുടെ ബന്ധുക്കളോടുള്ള ദേഷ്യം കാരണം ഈ നിയമങ്ങളൊക്കെ മിസ്യൂസ് ചെയ്യുന്നവരുണ്ട്. അതുൽ സുഭാഷ് എന്നൊരു ടെക്കി ഇങ്ങനത്തെ ഫാൾസ് അലിഗേഷൻസ് കാരണം സൂയിസൈഡ് ചെയ്ത വാർത്ത കുറച്ച് നാളുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരുന്നു. ഇത്തരത്തിലുള്ള മിസ്യൂസിനെ പറ്റി സുപ്രീം കോടതി വരെ പലവട്ടം മെൻഷൻ ചെയ്തിട്ടുണ്ട്. കേരളം ഒരു പ്രോഗ്രസീവ് സൊസൈറ്റി ആണെന്നൊക്കെ പറയെങ്കിലും ഭൂരിഭാഗം പെൺകുട്ടികളുടെ കല്യാണം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നടത്തും. ഒരു ജോലിയൊക്കെ നേടി സ്വന്തം കാലിൽ നിൽക്കുന്നതിന് മുമ്പ് ലീഗൽ ഏജ് എത്തിയ അപ്പോൾ തന്നെ കല്യാണം. എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്, പക്ഷേ എംപവർമെൻ്റ് ഇല്ല. ഈ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ കേസ് കൂടാനും ഡൗറി റിലേറ്റഡ് ഇഷ്യൂസ് കൂടാനൊക്കെ ഇതും ഒരു കാരണമാണ്. ചില ഫാമിലീസിൽ കല്യാണം നടക്കുമ്പോൾ പെൺകുട്ടിയുടെ ഷെയർ ഡൗറി ആയിട്ട് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ ഈ കമ്പനിയിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്യുന്ന സമയത്ത് PF ഗ്രാറ്റുവിറ്റി ഒക്കെ തന്ന് എല്ലാ സാമ്പത്തിക ഇടപാടുകളും അവസാനിപ്പിക്കില്ലേ, അതുപോലെ ഈ റിട്ടയർ ചെയ്ത കമ്പനിയിലേക്ക് ഇടയ്ക്കൊന്ന് പോവുകയാണെങ്കിൽ അവിടെ ഒരു ചായ മേടിച്ചരും, ആൾക്കാർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാം, കുറച്ച് നേരം ഒന്ന് വർത്താനമൊക്കെ പറയാം, എല്ലാ ഫ്രണ്ട്സിനെയും കണ്ട് തിരിച്ചു പോരാം. പക്ഷേ യാതൊരുവിധ അവകാശങ്ങളോ അധികാരങ്ങളോ ഉണ്ടാവില്ല. ഇനി ഈ കമ്പനിയിലേക്ക് റിട്ടയർ ചെയ്ത ആൾ സ്ഥിരം പോവുകയാണെങ്കിലോ അവിടെയുള്ള ആളുകൾക്ക് ഇയാളൊരു അധികപ്പറ്റാവും. ഇതേ അവസ്ഥയാണ് കുറേ അധികം പെൺകുട്ടികൾക്ക്. ഒരു കല്യാണം കഴിഞ്ഞോടുകൂടി സ്വന്തം വീട്ടിൽ യാതൊരുവിധ അവകാശങ്ങളോ അധികാരങ്ങളോ ഇല്ലാത്ത അവസ്ഥ. ഒരു ആൺകുട്ടിക്ക് ഒരിക്കലും ആ അവസ്ഥയുടെ ഇൻറ്റൻസിറ്റി മനസ്സിലാവില്ല. കേരളത്തിലെ ഡൗറി സിസ്റ്റത്തിൻ്റെ ഒറിജിനെ പറ്റി സ്റ്റഡി നടത്തിയ റിസർച്ചേഴ്സ് കണ്ടെത്തിയത് 1930 വരെ നമ്മുടെ നാട്ടിൽ ഈ സിസ്റ്റം പ്രവലൻ്റ് അല്ലായിരുന്നു. നമ്പൂതിരി ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റി, സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി തുടങ്ങി കുറച്ച് കമ്മ്യൂണിറ്റീസ് മാത്രമേ ഇത് പ്രാക്ടീസ് ചെയ്തിരുന്നുള്ളൂ. അന്ന് മിക്ക കമ്മ്യൂണിറ്റീസും മാട്രിലീനിയലായിരുന്നു, അതായത് സ്ത്രീകൾക്കായിരുന്നു സ്വത്തവകാശം. ഇൻഡിപെൻഡൻസിന് ശേഷം 1950s ഒക്കെ ആയതോടുകൂടി കുറച്ച് ആളുകൾക്ക് ഗവൺമെൻറ് ജോലി കിട്ടാൻ തുടങ്ങി.
അന്ന് ഭൂരിഭാഗം ആളുകളും തൊഴിലാളികളോ കൃഷിക്കാരോ ആണ്. അത് കാരണം ഈ പെർമനൻറ്റ് സാലറി എന്നൊരു കൺസെപ്റ്റ് ഇല്ല. ഇപ്പോൾ ഗവൺമെൻറ് ജോലിയുള്ള ആളുകൾക്ക് പെർമനൻറ്റ് സാലറി, അതോടുകൂടി അവരുടെ സ്റ്റാറ്റസ് ഭയങ്കരമായിട്ട് സൊസൈറ്റിയിൽ കൂടി. ഇപ്പോൾ സ്വന്തം കമ്മ്യൂണിറ്റിപ്പെട്ട ഗവൺമെൻറ് ജോലിയുള്ള ആളുകളെ മരുമക്കളായിട്ട് കിട്ടാൻ ആളുകൾ സ്വത്തുക്കൾ കൊടുക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് ശരിക്കും കേരളത്തിൽ ഈ ഡൗറി സിസ്റ്റം ഇവോൾവ് ചെയ്തത്. പിന്നീട് 1970s ഗൾഫിലെ ഓയിൽ ബൂമിൻ്റെ സമയത്ത് ഗൾഫുകാർ ഒരുപാട് പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഗൾഫുകാരുടെ ഡിമാൻഡും കേരളത്തിൽ കൂടി. ഇങ്ങനെ ഗൾഫുകാരനെ മരുമകനായിട്ട് കിട്ടാൻ ആളുകൾ സ്വത്ത് കൊടുക്കാൻ തയ്യാറായി. ഈ സിസ്റ്റം ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് മറ്റ് കമ്മ്യൂണിറ്റീസിലേക്ക് പെർക്കുലേറ്റ് ചെയ്ത് അങ്ങനെ കേരളത്തിൽ മുഴുവൻ പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റമായിട്ട് മാറി ഡൗറി. ഈ സോഷ്യൽ ഈവിൽ നിർത്താൻ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും സോഷ്യൽ റിഫോം ഓർഗനൈസേഷൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒരുപാട് എഫേർട്സ് ഉണ്ടെങ്കിലും പേരും രൂപവും രീതിയൊക്കെ മാറി എന്നല്ലാതെ ഇത് ഇന്നും കേരളത്തിൽ കണ്ടിന്യൂ ആണ്. നോർത്ത് ഇന്ത്യയിലെ ഡൗറിയുടെ കേസ് നമുക്ക് കേരളമായിട്ട് കമ്പയർ പോലും ചെയ്യാൻ പറ്റില്ല. അവിടെയൊക്കെ അത്രയ്ക്കും വലിയ പ്രശ്നമാണ് ഡൗറി. NCRBയുടെ ഡാറ്റ പ്രകാരം 2017 മുതൽ 2024 വരെ 50ഓളം പേര് കേരളത്തിൽ ഡൗറി റിലേറ്റഡ് കേസസിൽ മരിച്ചപ്പോൾ ബീഹാറിൽ UPയിലൊക്കെ മരിച്ചത് 5000-10,000 പേരാണ്. ദഹേജ് പ്രഥ അഥവാ സ്ത്രീധനം കൊടുക്കുന്നത് അവിടുത്തെ കന്യാദാനം ചടങ്ങിൻ്റെ ഒരു പ്രധാന പാർട്ടാണ്. ഒരു കല്യാണം നടക്കുന്ന സമയത്ത് ആ ഗ്രാമത്തിലെ ആളുകളൊക്കെ കൂടിച്ചേർന്ന് അവിടെ വെച്ച് പെണ്ണിൻ്റെ വീട്ടുകാർ ആ പെണ്ണിന് എന്തൊക്കെയാണ് സ്ത്രീധനമായിട്ട് കൊടുക്കുന്നത്, ഇപ്പോൾ കാറായിക്കോട്ടെ, വീടായിക്കോട്ടെ, ക്യാഷ് ആയിക്കോട്ടെ, ഗോൾഡ് ആയിക്കോട്ടെ, ഇതിൻ്റെ ഒരു ലിസ്റ്റ് വായിച്ച് ആൾക്കാരെ കൈയടിച്ച് പാസ്സാക്കുന്ന ഒരു ചടങ്ങ് പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുണ്ട്. किलो चांदी, 1 पेट्रोल पंप, 210 बीघा जमीन, 1 प्लॉट, 1 करोड़ 51 लाख नगद, कुल टोटल मिलाकर 15 करोड़ 65 लाख रुपए, 15 करोड़ 65 लाख का मायरा पटेलिया परिवार ने छाबा परिवार के भरा है. അവിടെയൊക്കെ ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ AC, ഫ്രിഡ്ജ്, മിക്സി, TV തുടങ്ങി പ്ലേറ്റും ഗ്ലാസും വരെ ഗിഫ്റ്റായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഇതിനൊക്കെ ദഹേജ് കാ സാമാൻ എന്ന് വിളിക്കും. ഇത് പാക്കേജായിട്ട് കൊടുക്കുന്ന കടകൾ വരെ അവിടെ ഉണ്ട്. ഇത് തടയാൻ ഗവൺമെൻറ് എന്ത് നിയമം കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. സ്ത്രീധനം ഇപ്പോൾ ഗിഫ്റ്റ് ആയ പോലെ ലൂപ്പോൾ അനുസരിച്ച് ഇതൊരു പുതിയ രൂപത്തിലേക്ക് മാറും. ഇത് നിർത്തണമെങ്കിൽ ആദ്യം പാരൻസ് 50-100 പവനും കാറൊക്കെ പെൺകുട്ടികളുടെ കല്യാണത്തിന് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന രീതി അവസാനിപ്പിക്കണം. അതിന് പകരം പെൺകുട്ടികളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ വീട് പണിയുടെ സമയത്തൊക്കെ അവരെ സാമ്പത്തികമായിട്ട് പറ്റാവുന്ന രീതിയിൽ സഹായിക്കാം. അതുപോലെ തന്നെ സ്വത്തിൻ്റെ ഒരു ഭാഗം അവരുടെ പേരിലും കാലശേഷ എഴുതി വയ്ക്കാം. ഇതിനൊക്കെ പുറമെ ജീവിതത്തിൽ എന്ത് പ്രശ്നം നേരിടേണ്ടി വന്നാലും ഞങ്ങൾ നിൻ്റെ ഒപ്പം ഉണ്ട് എന്ന ധൈര്യം പെൺകുട്ടികൾക്ക് കൊടുക്കാനും പാരൻസിനെ കൊണ്ട് പറ്റണം. പുതിയതായിട്ട് കല്യാണം കഴിക്കുന്ന ന്യൂ ജനറേഷനിൽപ്പെട്ട ആളുകൾ ഇത്തരത്തിലുള്ള ട്രഡീഷണൽ രീതിയിൽ നിന്ന് മാറി ഫേമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കാനും തയ്യാറാവണം. ഡൗറി ഹറാസ്മെൻറ്റിനെ പറ്റി ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളോ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്യുകയാണെങ്കിൽ ദയവ് ചെയ്ത് അതൊന്നും ഒളിപ്പിച്ച് വെക്കാതെ പാരൻസിനോടോ സിബ്ലിങ്സിനോടൊക്കെ തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കാം. ഇനി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പേടിയാണെങ്കിൽ വനിതാ കമ്മീഷനിലോ ഡൗറി പ്രൊഹിബിഷൻ ഓഫീസേഴ്സിൻ്റെ അടുത്തോ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം. അതിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുക്കാം. സോ ഇഫ് യു നീഡ് ഹെൽപ്പ് പ്ലീസ് ഗെറ്റ് ഹെൽപ്പ്. അവസാനമായിട്ട് ഞങ്ങൾ വിട്ടുപോയ എന്തെങ്കിലും പോയിൻറ്റ്സോ അല്ലെങ്കിൽ സ്ത്രീധനമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഫേസ് ചെയ്തോ കണ്ടതോ ആയിട്ടുള്ള എക്സ്പീരിയൻസസോ നിങ്ങൾക്ക് താഴെ ഷെയർ ചെയ്യാം.